നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നെന്ന പോലീസ്. കേസിൽ ജാർഖണ്ഡിൽ നിന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നിയമം കർശനമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക വിവരം ബീഹാർ പോലീസിന് ലഭിച്ചത്. ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നാണ് സൂചന. പാട്നയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പറുകളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത്. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ഇടനിലക്കാർ വിറ്റത് 40 ലക്ഷം രൂപയ്ക്കെന്ന് കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസിന് മൊഴി നൽകി. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഇടനിലക്കാരൻ സിക്കന്ദർ പ്രസാദാണ് പണം ആവശ്യപ്പെട്ടതെന്നാണ് മൊഴി. ചോദ്യപേപ്പർ ക്രമക്കേടിലെ മുഖ്യസൂത്രധാരൻ സഞ്ജയ് മുഖിയയ്ക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഇയാൾ നേപ്പാളിലേക്ക് കടന്നുവെന്നാണ് സൂചന. അതിനിടെ പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായി കർശന വ്യവസ്ഥകളുമായി പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സംഘടിത കുറ്റങ്ങൾക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമത്തിൽ 5 വർഷം തടവാണ് കുറഞ്ഞ ശിക്ഷ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.